ഇത് റേഡിയോ ജൻവാണി 90.8 മെഗാഹെർട്സ് മലയാളത്തിന്റെ മധുരതരംഗം. ഇപ്പോൾ വാരാന്ത്യ ലോക വൃത്താന്തം കേൾക്കാം. പ്രൊഫസർ ജെ ജേക്കബ് അവതരിപ്പിക്കുന്നു. വാരാന്ത്യ ലോക വൃത്താന്തം. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ലോകവൃത്താന്തത്തിലേക്ക് സ്വാഗതം. കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള ഐക്യരാഷ്ട്രസഭയുടെ 29ാമത് വാർഷിക സമ്മേളനം അസർബൈജാന്റെ തലസ്ഥാനമായ ബക്കു നഗരത്തിൽ വെച്ചാണ് നടന്നത്. നവംബർ 11 മുതൽ 22 വരെയായിരുന്നു ഈ സമ്മേളനം. വ്യാവസായിക വിപ്ലവത്തിൻ്റെ കാലത്തുണ്ടായിരുന്ന അന്തരീക്ഷോഷ്മാവ് 1.5 ഡിഗ്രി സെൽഷ്യസിൽ അധികം വർദ്ധിക്കുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് എല്ലാ വർഷവും ഐക്യരാഷ്ട്രസഭ ഇങ്ങനെ ഒരു സമ്മേളനം വിളിച്ചു ചേർക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനം മൂലം ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ എങ്ങനെ ലഘൂകരിക്കാം എന്നതിനെ കേന്ദ്രീകരിച്ചാണ് ചർച്ചകൾ നടക്കുന്നത്. അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്ന ജൈവ ഇന്ധനങ്ങളുടെ ഉപയോഗം നിയന്ത്രിക്കാനാണ് സമ്മേളനം ആവശ്യപ്പെടുന്നത്. മലിനീകരണം സൃഷ്ടിക്കാത്ത സൗരോർജത്തിലേക്ക് മാറാനാണ് ഈ സമ്മേളനം ആഹ്വാനം ചെയ്യുന്നത്. ജൈവ ഇന്ധനങ്ങളിൽ നിന്നും സൗരോർജത്തിലേക്ക് മാറുന്നതിന് വികസിത രാജ്യങ്ങൾ വൻതോതിൽ സാമ്പത്തിക സഹായം നൽകണം എന്നാണ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ആവശ്യപ്പെടുന്നത്. ഞാൻ കൊല്ലപ്പെടുകയാണെങ്കിൽ ആദ്യം പ്രസിഡന്റ്, പിന്നീട് അദ്ദേഹത്തിൻ്റെ ഭാര്യ, അതിനുശേഷം സ്പീക്കർ തുടങ്ങിയവരെ കൊല്ലാൻ വാടക കൊലയാളികളുമായി കരാർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഫിലിപ്പൈൻസിൻ്റെ വൈസ് പ്രസിഡന്റ് സാറ ഡുട്ടേർട്ട് തന്നെയാണ് ഈ വിവരം ഫേസ്ബുക്കിലൂടെ ലോകത്തെ അറിയിച്ചത്. ഇപ്പോഴത്തെ പ്രസിഡന്റ് മാർക്കോസ് ജൂനിയറിൻ്റെ മുൻഗാമിയായിരുന്ന റോഡ്രിക്സ് ഡുട്ടേർട്ടിൻ്റെ മകളാണ് സാറ. പണ്ടു മുതലേ എതിർചേരിയിലായിരുന്ന മാർക്കോസും സാറയും ഒരുമിച്ചാണ് 2022 തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചു ജയിച്ചത്. മാർക്കോസിൻ്റെ മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു സാറ ഡുട്ടേർട്ട്. ഇവരുടെ അച്ഛനും മുൻ പ്രസിഡന്റുമായ റോഡ്രിക്സ് മയക്കുമരുന്നിനെതിരെ സമരം ആരംഭിച്ചതിനെ തുടർന്നാണ് സാറ മന്ത്രിസഭയിൽ നിന്നും രാജിവെച്ചത്. ഇപ്പോഴും വൈസ് പ്രസിഡന്റായി തുടരുന്നതിനാൽ മാർക്കോസ് കൊല്ലപ്പെട്ടാൽ സാറയാണ് ഫിലിപ്പൈൻസിൻ്റെ അടുത്ത പ്രസിഡന്റ്. ഇത്രയും ഉന്നത പദവിയിലുള്ള ഒരാൾ ഇത്തരത്തിൽ ഒരു വധഭീഷണി മുഴക്കിയത് അക്ഷരാർത്ഥത്തിൽ തന്നെ എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ്. നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള 3 വാക്കുകൾ നീക്കം ചെയ്യണം എന്നാവശ്യപ്പെട്ടു നൽകിയ ഹർജി സുപ്രീം കോടതി അനുവദിച്ചില്ല. 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മതേതരത്വം, സോഷ്യലിസ്റ്റ്, അഖണ്ഡത തുടങ്ങിയ വാക്കുകൾ പ്രിയാമ്പിളിൽ ഇടം നേടിയത്. കാലാവധി കഴിഞ്ഞ ഒരു പാർലമെന്റാണ് ഈ ഭേദഗതിക്ക് അംഗീകാരം നൽകിയത്. അതുകൊണ്ട് ഇതിനെ അസാധുവായി പ്രഖ്യാപിക്കണം എന്നായിരുന്നു പരാതിക്കാരൻ്റെ വാദം. ഭരണഘടനയുടെ മൗലിക സ്വഭാവത്തിന് കോട്ടം വരാത്ത രീതിയിൽ ഭരണഘടനയിൽ മാറ്റം വരുത്താൻ പാർലമെന്റിന് അധികാരമുണ്ടെന്നും നിർദ്ദിഷ്ട വാക്കുകൾ മൗലിക സ്വഭാവത്തിന് എതിരല്ല എന്നും കോടതി കണ്ടെത്തി. കാലാവധി കഴിഞ്ഞ പാർലമെന്റ് എന്ന വിശേഷണം നേരത്തെ തന്നെ പരിശോധിച്ച് അംഗീകാരം നൽകിയതായും കോടതി വിലയിരുത്തി. എതിർപ്പ് കൂടാതെ ആർക്കും അംഗീകരിക്കാൻ കഴിയുന്ന 2 വാക്കുകളാണ് സെക്യുലറും സോഷ്യലിസ്റ്റും. ഇവയ്ക്കെതിരെ വലിയ വ്യവഹാരം ഉണ്ടാകുന്നു എന്നത് നമ്മുടെ സമൂഹത്തിൽ രൂപപ്പെടുന്ന പുതിയ കാഴ്ചപ്പാടുകളുടെ പ്രതിഫലനമാണ്.
മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ ജയിലിൽ നിന്ന് മോചിപ്പിക്കുക, പാക് സർക്കാർ രാജിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇമ്രാൻഖാന്റെ അനുയായികൾ സമരം ആരംഭിച്ചത് ഞായറാഴ്ചയാണ്. തലസ്ഥാന നഗരമായ ഇസ്ലാമാബാദിലെ ഡി ചൗക്കിലേക്ക് മാർച്ച് ചെയ്യാനായിരുന്നു ഇമ്രാൻഖാന്റെ ആഹ്വാനം. ഈ പ്രദേശത്താണ് പ്രധാനപ്പെട്ട സർക്കാർ ഓഫീസുകൾ സ്ഥിതി ചെയ്യുന്നത്. ഓഫീസുകളുടെ സംരക്ഷണം ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായി സമരക്കാർ ഈ മേഖലയിൽ പ്രവേശിക്കുന്നതിന് സർക്കാർ നിരോധനം ഏർപ്പെടുത്തി. ഇതേ തുടർന്ന് സുരക്ഷാ ഭടന്മാരും സമരക്കാരും തമ്മിൽ ആദ്യത്തെ ദിവസം തന്നെ ഏറ്റുമുട്ടൽ ഉണ്ടായി. ഓരോ ദിവസം കഴിയുന്തോറും സമരക്കാരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. ഈ സ്ഥിതിവിശേഷം നേരിടാനായി സൈന്യത്തിന് ഷൂട്ട് അറ്റ് സൈറ്റ് ഉത്തരവ് നൽകിയിരിക്കുകയാണ്. ഇതിനകം തന്നെ 4 സുരക്ഷാപാലന്മാർ അടക്കം 6 പേർ കൊല്ലപ്പെട്ടു. ഇമ്രാൻഖാന്റെ ഭാര്യയുടെ നേതൃത്വത്തിൽ സമരം ശക്തമായി തുടരുകയാണ്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായ പാകിസ്ഥാന് ഈ സമരം വലിയ ഒരു വെല്ലുവിളിയാണ്. നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തൻ്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാൻ തുടങ്ങി എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ചൈന, കാനഡ, മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് 20% നികുതി വർദ്ധിപ്പിക്കും എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം. ഇതുകൂടാതെ 10% വർധനവ് കൂടി ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ മേൽ ഏർപ്പെടുത്തും എന്നും ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിദേശികളുടെ അനധികൃത കുടിയേറ്റം അനുവദിക്കില്ല എന്നതാണ് ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രഖ്യാപനം. നികുതി വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം വലിയ വിലക്കയറ്റമുണ്ടാക്കും എന്നാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത്. അമേരിക്കൻ ഉൽപ്പന്നങ്ങളെക്കാൾ വില കുറച്ചാണ് ചൈനീസ് ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ വിറ്റഴിക്കുന്നത്. നികുതി കൂട്ടുന്നതോടെ ആഭ്യന്തര വിപണിയിൽ ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ വിലയും വർദ്ധിക്കും. ചൈനയിൽ നിന്നും വാങ്ങുന്ന അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ചാണ് പല ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും അമേരിക്ക നിർമ്മിക്കുന്നത്. നികുതി വർധനവുമായി മുൻപോട്ടു പോയാൽ ഈ അസംസ്കൃത ഉൽപ്പന്നങ്ങളുടെ വില ചൈനയും വർദ്ധിപ്പിക്കും. ഷീ കോഗൻ എന്ന യഹൂദ പുരോഹിതൻ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ വെച്ച് കൊല്ലപ്പെട്ടു. ഇദ്ദേഹത്തിൻ്റെ മൃതശരീരം തിങ്കളാഴ്ച വികാരനിർഭരമായ അന്തരീക്ഷത്തിൽ ഒലിവ് മലയിൽ സംസ്കരിച്ചു. ഇതിനെ യഹൂദന്മാർക്കെതിരെയുള്ള ഒരു ആക്രമണമായിട്ടാണ് അനുശോചന സന്ദേശത്തിൽ മുഖ്യ പുരോഹിതൻ വിശേഷിപ്പിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് 3 ഉസ്ബെക്കിസ്ഥാൻ പൗരന്മാരെ എമിറേറ്റ്സ് പോലീസ് അറസ്റ്റ് ചെയ്തു. കൊലപാതകികളുടെ ഉദ്ദേശത്തെക്കുറിച്ച് ഒരു സൂചനയും ഇതുവരെ ലഭിച്ചിട്ടില്ല. എന്നാൽ ഒരു യഹൂദ പുരോഹിതനായതുകൊണ്ടാണ് ഇദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയത് എന്നാണ് ഇസ്രായേൽ ആരോപിക്കുന്നത്. തിന്മയുടെ അച്ചുകൊണ്ടാണ് ഈ കൊലപാതകത്തിനു പിന്നിൽ എന്നാണ് ഇസ്രായേലിൻ്റെ വിലയിരുത്തൽ. സാധാരണഗതിയിൽ ഇറാനെ സൂചിപ്പിക്കാനാണ് ഈ വിശേഷണം ഉപയോഗിക്കുന്നത്. ഈ കൊലപാതകത്തിൽ തങ്ങൾക്ക് ബന്ധമില്ല എന്ന് ഇതിനകം തന്നെ ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഇതിനുത്തരവാദികളായവരെ കണ്ടുപിടിക്കുമെന്നും അവർക്ക് അർഹമായ ശിക്ഷ നൽകും എന്ന നിലപാടിലാണ് ഇസ്രായേൽ. മൂന്ന് തടവുകാരെ വീതം അമേരിക്കയും ചൈനയും പരസ്പരം കൈമാറി. ഷീ ജിൻപിങ്ങും ജോ ബൈഡനും പെറുവിൽ വെച്ച് നടന്ന ഒരു സമ്മേളനത്തിൽ പങ്കെടുത്തപ്പോഴാണ് കുറ്റവാളികളെ കൈമാറുന്നതിനുള്ള ചർച്ചകൾ തുടങ്ങിയത്. വിവിധ കുറ്റകൃത്യങ്ങളുടെ പേരിൽ ശിക്ഷിക്കപ്പെട്ട് ഇരു രാജ്യങ്ങളിലും ജയിലിൽ കഴിയുന്നവരെയാണ് മോചിപ്പിച്ചത്. 12 വർഷമായി ചൈനയുടെ ജയിലിലായിരുന്നു മാർക്ക് സ്വൈഡൻ, കായ് ലീ, ജോൺ ലിയോങ് തുടങ്ങിയ അമേരിക്കൻ പൗരന്മാർ.
ഇവർ ബുധനാഴ്ച അമേരിക്കയിലെത്തി. അമേരിക്കൻ ജയിലിലുള്ള 3 ചൈനീസ് പൗരന്മാരെ മോചിപ്പിക്കാമെന്ന് അമേരിക്കയും സമ്മതിച്ചിട്ടുണ്ട്. അന്യായമായി അമേരിക്ക ജയിലിലടച്ച 3 ചൈനക്കാർ നാട്ടിൽ മടങ്ങിയെത്തിയതായി ചൈന സ്ഥിരീകരിച്ചു. എന്നാൽ ഇവരുടെ വിശദാംശങ്ങൾ ചൈന വ്യക്തമാക്കിയിട്ടില്ല. നയതന്ത്ര രംഗത്ത് ജോ ബൈഡൻ നേടിയ വിജയമായിട്ടാണ് തടവുകാരുടെ കൈമാറ്റത്തെ പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അമേരിക്കയും ചൈനയും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതയാണ് ലോകം നേരിടുന്ന പല പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണം. ഒരു വർഷക്കാലമായി തുടരുന്ന യുദ്ധം നിർത്താൻ ഇസ്രായേലും ഹിസ്ബുള്ളയും തീരുമാനിച്ചു. ലബനോൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ള ഇസ്രായേലുമായി പലപ്പോഴും ഏറ്റുമുട്ടിയിട്ടുണ്ട്. ഹമാസ് ഇസ്രായേൽ യുദ്ധത്തെ തുടർന്നാണ് ഹിസ്ബുള്ളക്കെതിരെയുള്ള ആക്രമണങ്ങൾ ഇസ്രായേൽ ശക്തമാക്കിയത്. ഫ്രാൻസിൻ്റെയും അമേരിക്കയുടെയും മധ്യസ്ഥതയിൽ നടന്ന ചർച്ചകളെ തുടർന്നാണ് ബുധനാഴ്ച വെളുപ്പിന് 4 മണി മുതൽ വെടിനിർത്തൽ നിലവിൽ വന്നത്. 60 ദിവസത്തിനുള്ളിൽ ഇസ്രായേൽ സൈന്യം അതിർത്തിയിലേക്ക് മാറും. ഇതേ കാലയളവിൽ തന്നെ ഹിസ്ബുള്ള സൈന്യവും ലബനോൻ ഇസ്രായേൽ അതിർത്തിയിലേക്ക് മാറും. ലബനോൻ കേന്ദ്രീകരിച്ച് ഇസ്രായേലിനെതിരെ പ്രവർത്തിക്കാൻ ഹിസ്ബുള്ള അടക്കമുള്ള ഒരു തീവ്രവാദി സംഘടനകളെയും അനുവദിക്കില്ല എന്നൊരു ഉറപ്പും ഇസ്രായേൽ നേടിയിട്ടുണ്ട്. ഹമാസിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഹിസ്ബുള്ള ഇസ്രായേലിനെ ആക്രമിച്ചത്. ഇപ്പോഴത്തെ വെടിനിർത്തൽ ഒരു തുടക്കമാണെന്നും ഹമാസുമായുള്ള യുദ്ധവും അവസാനിപ്പിക്കും എന്നാണ് ചർച്ചയ്ക്ക് നേതൃത്വം നൽകിയ ഫ്രാൻസിൻ്റെ പ്രസിഡന്റ് ഇമ്മാനുവേൽ മാക്രോണിൻ്റെ പ്രതീക്ഷ. ഈ അടുത്ത കാലത്ത് ബാംഗ്ലൂരിൽ നടന്ന സ്ഫോടനങ്ങളുടെ സൂത്രധാരകൻ സാൽമൻ റഹ്മാനാണെന്ന് CBI നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. ഇയാൾ ലഷ്കർ ഇ തോയ്ബയിലെ അംഗമാണെന്നും കിഴക്കൻ ആഫ്രിക്കൻ രാജ്യമായ റാവുണ്ട കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്നും അന്വേഷണ ഏജൻസി കണ്ടെത്തി. ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ലഷ്കർ ഇ തോയ്ബ ഭീകരന്മാർക്ക് ആഫ്രിക്കയിൽ നിന്ന് പണവും ആയുധങ്ങളും എത്തുന്നതായും സ്ഥിരീകരിച്ചു. ഇതേ തുടർന്നാണ് ഇയാളെ ഇന്ത്യയിൽ എത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ CBI ആരംഭിച്ചത്. കുറ്റവാളികളെ പരസ്പരം കൈമാറാം എന്നു സമ്മതിക്കുന്ന ഉടമ്പടിയിൽ ഇന്ത്യയും റാവുണ്ടയും ഒപ്പുവച്ചിട്ടുണ്ട്. സാൽമൻ റഹ്മാന്റെ കുറ്റകൃത്യങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്താനും അനുകൂലമായ വിധി സമ്പാദിക്കാനും CBIക്ക് കഴിഞ്ഞു. റാവുണ്ട, ഇന്റർപോൾ, CBI അടക്കമുള്ള വിവിധ കുറ്റാന്വേഷണ ഏജൻസികൾ കൂട്ടായി നടത്തിയ അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് ഈ കൊടും ഭീകരനെ ഇന്ത്യയിൽ എത്തിക്കാൻ കഴിഞ്ഞത്. ഭീകരപ്രവർത്തനങ്ങൾക്കെതിരെയുള്ള ആഗോള സമൂഹത്തിൻ്റെ വിജയമാണ് ഈ നടപടി. ഉക്രൈനിനെ ആക്രമിക്കുന്നതിനോടൊപ്പം യൂറോപ്പിൽ നടത്തുന്ന അട്ടിമറികൾക്ക് പിന്നിൽ റഷ്യയാണ് എന്നാണ് ജർമ്മനി ആരോപിക്കുന്നത്. യൂറോപ്പിനെ ലക്ഷ്യമാക്കി നടത്തുന്ന ഈ ആക്രമണങ്ങൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ നാറ്റോ ഉടമ്പടിയിലെ 5ാമത്തെ ആർട്ടിക്കിൾ അനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കേണ്ടി വരും എന്നാണ് ജർമ്മനിയുടെ മുന്നറിയിപ്പ്. നാറ്റോ സഖ്യത്തിലെ ഏതെങ്കിലും ഒരു അംഗത്തെ ആക്രമിച്ചാൽ അത് സഖ്യത്തിനെതിരെയുള്ള ആക്രമണമായി കണക്കാക്കണം എന്നാണ് ഈ ആർട്ടിക്കിളിൽ നിർദ്ദേശിച്ചിരിക്കുന്നത്. യൂറോപ്പിൽ നടക്കുന്ന അട്ടിമറികളിൽ തങ്ങൾക്ക് പങ്കില്ല എന്ന് റഷ്യ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഇതിനകം തന്നെ നാറ്റോയിലെ അംഗങ്ങൾ ഈ യുദ്ധത്തിൽ പങ്കെടുക്കുന്നു എന്നാണ് റഷ്യ ആരോപിക്കുന്നത്. ഇപ്പോൾ ഉക്രൈൻ ഉപയോഗിക്കുന്ന ബ്രിട്ടന്റെയും അമേരിക്കയുടെയും ദീർഘദൂര മിസൈലുകൾ നിയന്ത്രിക്കുന്നത് ഈ 2 രാജ്യങ്ങളുടെയും സൈനികരാണ്.
തന്മൂലം അമേരിക്കയും ബ്രിട്ടനും ഈ യുദ്ധത്തിൽ കക്ഷി ചേർന്നിരിക്കുന്നു. റഷ്യ നാറ്റോ യുദ്ധം വിദൂരത്തല്ല എന്നതിൻ്റെ സൂചനയാണ് ഈ കോലാഹലങ്ങൾ. വാരാന്ത്യ ലോക വൃത്താന്തം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രൊഫസർ ജെ ജേക്കബ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജൻവാണി 90.8 കമ്മ്യൂണിറ്റി FM. അറിയേണ്ടതും കേൾക്കേണ്ടതും മാത്രം.